ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛനോട് ഇത് റോഹൻ എങ്ങനെ അവതരിപ്പിക്കുന്നുള്ളതാ എന്റെ ടെൻഷൻ. എല്ലാം നന്നായിട്ട് വന്നാ മതിയായിരുന്നു. മോൾ ടെൻഷൻ ആവണ്ട. അവൻ ഇത്രയും പോസിറ്റീവായി കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് അവൻ അതിന്റെ ഒരു പരുവത്തിനെ പ്രതാപേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കൂ. ശരി. റോഹൻ, എന്താ റോഹൻ എന്തിനാ ക്യാപ്പച്ചിനോ ഓർഡർ ചെയ്തേ? എനിക്കതാ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തു. പക്ഷേ എനിക്ക് ക്യാപ്പച്ചിനോ ഇഷ്ടമല്ല. കമോൺ റതിക, ഒരു ചായ കുടിച്ചാ എന്താ സംഭവിക്കുക? വെറുതെ ഒന്ന് വാ നനപ്പിക്കാം. ഋതിക ക്യാപ്ചീനോ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, തനിക്കത് ഇഷ്ടമാവും. എനിക്കിഷ്ടമല്ലാത്തത് എന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കരുത് റോഹൻ, പ്ലീസ്. ആദ്യം ക്യാപ്ചീനോ ഒന്ന് വരട്ടോ. വന്നു കഴിയുമ്പോ താനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്, എന്നിട്ട് തീരുമാനിക്കുക കുടിക്കണോ വേണ്ടയോ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെയൊക്കെ ഉള്ളില് വലിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഒരു കംഫർട്ട് സോൺ പിടിച്ച് നമ്മളങ്ങ് ജീവിക്കാൻ ശ്രമിക്കും. ശരിക്കും അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം മൈൻഡ് സെറ്റിന്റെ പ്രശ്നങ്ങളാണെന്ന് എനിക്കറിയാം. എടോ, ഈ ഇഷ്ടങ്ങളൊക്കെ മാറി മാറി വരുവോ. കംഫർട്ട് സോണിൽ നിന്ന് താനൊന്ന് പുറത്തു വരാൻ ധൈര്യം കാണിച്ചാ മതി. മനസ്സിലായില്ല. ആ, പറഞ്ഞുതരാം. കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഫോർ എക്സാമ്പിൾ, തനിക്കൊരാളെ ഇഷ്ടമാണ്, പക്ഷെ അയാൾക്ക് തന്നെ വേണ്ട. താൻ അയാളെ തന്നെ വേണോന്ന് വാശി പിടിച്ച് തപസ് ചെയ്തിരുന്നിട്ട് ഒരു കാര്യമില്ല. തനിക്കൊരവസരം ഉണ്ടാകുമ്പോ താൻ തന്നെ പ്രണയിക്കുന്ന, തന്നെ ആരാധിക്കുന്ന പുതിയ പ്രപ്പോസലുമായിട്ട് വരുന്ന ആളെ സ്വീകരിക്കണം. അപ്പൊ ഇതാണല്ലേ ഞാൻ അയച്ച മെസ്സേജിനുള്ള മറുപടി? താങ്ക് യു. വെൽക്കം. ഋതിക, ഈ സിറ്റിയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റിയും എമ്മിയുമാണിത്. ഋതിക കുടിച്ചു നോക്ക്. സോറി റോഹൻ, എനിക്ക് വേണ്ട. ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാ ഋതിക? ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. പ്ലീസ്. ഇത്രയേ ഉള്ളൂ. തനിക്കിത് ഇഷ്ടമാവും. എന്നെയും തനിക്ക് ഇഷ്ടമാവും. അയ്യോ,
ഇപ്പോ മാഡത്തിന്റെ പേടിയൊക്കെ മാറിയോ? ഞാനെന്തിനാ പേടിക്കുന്നെ? എന്റെ കൂടെ എന്റെ രാജുല്ലേ? അതാണ്. മാഡം ഇനി ആ ചായ എടുത്തും കുടിച്ച്. Cheers. Cheers. ആ ഋതികെ, ഞാനെന്നേ അങ്കിളിനെ കണ്ടിട്ട് വരാം. ശരി. ഋതിക വരുന്നുണ്ടോ? ഇല്ല, റോഹൻ പോയിട്ടോ. അച്ഛനോട് റോഹൻ എല്ലാ കാര്യങ്ങളും പറയുമായിരിക്കും. എങ്ങനെയും അച്ഛനോട് പറഞ്ഞിതൊന്ന് ഒഴിവായി കിട്ടിയാൽ മതിയായിരുന്നു. ഇത് കേൾക്കുമ്പോ അച്ഛന്റെ പ്രതികരണം എന്തായിരിക്കും? മോളെ, രോഹൻ പ്രതാപേട്ടന്റെ മുറിയിലേക്ക് പോകുന്നുണ്ടോ? അവന്റെ മുഖഭാഗത്തുനിന്ന് പ്രത്യേകിച്ചൊന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. മോളോട് ചോദിച്ചാൽ കാര്യങ്ങൾ അറിയാലോ. എന്തായി? മോൾ അവനോട് സംസാരിച്ചോ? സംസാരിച്ചു ചെറിയമ്മേ. എല്ലാ കാര്യങ്ങളും ഞാൻ റോഹനോട് തുറന്ന് സംസാരിച്ചു. എനിക്ക് വിവാഹത്തിനോട് താല്പര്യമില്ലെന്ന് ഞാൻ റോഹനോട് പറഞ്ഞു. എന്നിട്ട് അവനെന്താ മറുപടി പറഞ്ഞ്? സ്ട്രെയിറ്റ് ഫോർവേഡായി കാര്യങ്ങൾ പറയുന്നവരെ അയാൾക്ക് ഇഷ്ടമാണെന്നാ പറഞ്ഞേ. അവൻ ഈ വിവാഹത്തിന് പിന്മാറുമോ? മാറുമെന്ന എന്റെ പ്രതീക്ഷ. ഇപ്പൊ അച്ഛനെ കാണാൻ പോയിരിക്കുന്നതും അതിനുവേണ്ടി തന്നെയാവും. പക്ഷേ അച്ഛനോട് ഇത് റോഹൻ എങ്ങനെ അവതരിപ്പിക്കുന്നുള്ളതാ എന്റെ ടെൻഷൻ. എല്ലാം നന്നായിട്ട് വന്നാ മതിയായിരുന്നു. മോൾ ടെൻഷൻ ആവണ്ട. അവൻ ഇത്രയും പോസിറ്റീവായി കാര്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് അവൻ അതിന്റെ ഒരു പരുവത്തിനെ പ്രതാപേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കൂ. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. രാജു എവിടെ പോയതാ? അത് ഞാൻ കളക്ടറേറ്റ് വരെ പോയതാ. കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങളുണ്ടായിരുന്നു. അല്ല, ഞാൻ പോകുമ്പോ മാഡം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെന്താ ചോദിച്ചേ? രാജു പോയി കഴിഞ്ഞ് റോഹൻ എന്നോട് ഔട്ടിങ്ങിന് പോവാന്ന് പറഞ്ഞു. അകലേ നോവിനാലേ